ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കം, ഒരു പ്രണയത്തിന്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബിട്രായൽ സിൽസില സീരിയലിന്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുത്തിരിക്കാൻ കേട്ടോ. എന്നാൽ നമുക്ക് നേരെ പുതിയ പാർട്ടിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ? ഇന്നലത്തെ നമ്മൾ പാർട്ട് അവസാനിപ്പിക്കുന്നത് നന്ദിനിയെ ഒരു ലോറി ഇടിക്കാൻ വരുവാണ്. ഗുണാൽ അവളെ രക്ഷപ്പെടുത്തുന്ന സീനാണ് നമുക്ക് ഇന്നലെ കാണിച്ചു തന്നത്. രണ്ടുപേരും അവിടെ ഐ കോണ്ടാക്ട് തന്നെ തുടരുവാണ്. എന്നാൽ ഉടനെ തന്നെ ഗുണാൽ എണീക്കുകയാണ്. വരൂ എന്നും പറഞ്ഞ് അവർക്ക് കൈ കൊടുക്കുന്നു. എന്നാൽ നന്ദിനി ആട്ടെ അങ്ങ് ആലോചിച്ചിട്ടിരിക്കുക. ഉടനെ ഗുണാൽ അവളെ താങ്ങി പിടിച്ച് എണീപ്പിക്കുന്നു. നോക്കൂ, ഞാനൊരു ഡോക്ടറാണ്, നിങ്ങൾ പേടിക്കണ്ട, ഈ അവസ്ഥയിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് അവളെ നെറ്റിയിലുള്ള മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുവാണ്. പെട്ടെന്ന് ചെയ്യുമോ, എൻ്റെ ഹസ്ബൻഡ് എന്നെ തേടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, എനിക്ക് പോകണം. അപ്പൊ ഗുണാല് പറയാം, എന്തിനു നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കണേ? നിങ്ങളുടെ ഹസ്ബൻഡ് എങ്ങനെ ഉള്ളവനെന്ന് എനിക്കറിയാം. നിങ്ങളെ അവൻ നന്നായിട്ട് അബ്യൂസ് ചെയ്യുന്നല്ലോ. ഞാൻ കണ്ടിട്ടല്ലേ ഇരുന്നേ നിങ്ങളെ അവൻ പുറത്ത് പിടിച്ച് തള്ളുന്നെന്നും തള്ളിയപ്പോഴാണ് നിങ്ങൾക്ക് ഈ നെറ്റിയിലെ മുറിവ് പറ്റിയതെന്നും. എന്നാൽ നന്ദിനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനി നോക്കൂ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കണ്ട, അവർ നല്ലവർ തന്നെയാണ് എന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോകാൻ നിൽക്കുന്നു. ഉടനെ ഗുണാൽ അവളെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നു, നിങ്ങൾ എങ്ങോട്ടാ ഇതാ പോവാൻ നിൽക്കുന്നേ? ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ വിളിക്കാം, ഇതാ എന്നും പറഞ്ഞ് അവൻ്റെ കാർഡ് കൊടുക്കുന്നു. ആ കറക്റ്റ് സമയത്ത് തന്നെ ആ സൈക്കോ ഹസ്ബൻഡ് അവിടെ വരുന്നു. നന്ദിനി, എന്ത് പറ്റി മോളെ? നിന്റെ തലയിൽ എന്ത് പറ്റി? ഞാൻ നിന്നെ കാണാതെ എവിടേക്ക് തേടിയെന്നറിയോ? ഡോക്ടർ, നിങ്ങളാണോ ഇവക്ക് ട്രീറ്റ്മെന്റ് എടുത്തേ? ഇവളെ കാണാതെ പോയതും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഡോക്ടർ? ഇവളാണ് എൻ്റെ ഉയിര് ഡോക്ടർ. നല്ല കാര്യമാണ് നിങ്ങൾ ഇവക്ക് ട്രീറ്റ്മെന്റ് എടുത്തത്, എനിക്ക് ഇവളെ തിരിച്ചു തന്നതിന്. അതെ അതെ, എനിക്കറിയാം നിങ്ങൾ എത്ര നല്ല ഹസ്ബൻഡ് ആണെന്ന്. ഒരുമാതിരി കളിയാക്കുന്നത് പോലെ ഗുണാല് പറഞ്ഞു. എന്നാൽ സൈക്കോ ഹസ്ബൻഡിന് മനസ്സിലാവുന്നു, നമ്മളെക്കുറിച്ച് എന്തോ അവന് മനസ്സിലായിരിക്കുന്നു. ശരി, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് ഗുണാൽ അവിടെ നിന്നും പോകുന്നു. എന്താടി, എന്നെ കുറിച്ച് അവനോട് നീ എന്താ പറഞ്ഞേ? അവന്റെ കൂടെയാണ് ഞാൻ പാർട്ട്ണർഷിപ്പിൽ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ കുറിച്ച് നീ എന്തോന്ന് അവനോട് പറഞ്ഞേ? വാടിയ റൂമിലോട്ട് എന്നും പറഞ്ഞ് അവളെ വലിച്ചിഴച്ച് റൂമിലോട്ട് കൊണ്ടുപോകുന്നു. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? എനിക്ക് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹം. നിന്നെ കണ്ടെങ്കിലും ഏവനെങ്കിലും മയങ്ങി ഇംപ്രസ്സായി എന്നോട് പാർട്ട്ണർഷിപ്പ് തുടങ്ങാനാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ അതും ഒരു ഉപഹാരം ഉണ്ടായില്ല. വെറും മരപ്പാവ പോലെ നിൽക്കുന്നു. നിന്നെ കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഉപഹാരം ഉണ്ടായിട്ടില്ല, ശല്യം മാത്രം. എവിടെ പോയാലും എനിക്ക് ദ്രോഹം മാത്രമാണ് നീ ചെയ്യുന്നത്. എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാ ക്രിയേറ്റ് തരുന്നു. ശല്യം എന്നൊക്കെ പറഞ്ഞ് അവളെ വായി തോന്നിയതൊക്കെ വിളിച്ച് ചീത്ത പറയുക. എന്നാൽ നന്ദിനി ആകട്ടെ പ്രതിമ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അടുത്ത സീനിൽ ഗുണാലിനെയാണ് കാണിക്കുന്നത്. അവൻ ഇവിടെ മൗലിയോട് സംസാരിക്കുകയാണ്. മൗലി സങ്കടത്തോടെ പറയുക, ഗുണാൽ, നമ്മൾ ഒരുമിച്ചിരുന്ന ഫോട്ടോ താഴെ വീണ് പൊട്ടി. ഗുണാൽ, എനിക്ക് എന്തോ ഒരു ദുശകനം പോലെ ഇരിക്കുന്നു. എനിക്കിപ്പോ നിന്നെ കാണണം. അതൊന്നും ഇല്ല മൗലി, നീ പേടിക്കണ്ട. നല്ല കാറ്റൊക്കെ അല്ലേ, അതാവും ഇളവി വീണത്. പോട്ടെ, എനിക്ക് ഈ നൈറ്റ് ഫുള്ളും നിന്നോട് സംസാരിക്കണം പ്ലീസ്. അതിനെന്താ, നമുക്ക് ഈ നൈറ്റ് ഫുള്ളും സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ഗുണാൽ സംസാരിച്ചിട്ടേ ഇരിക്കുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവിടെ ഒരു റെസ്പോൺസും ഇല്ല. മൗലി 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 ഉറങ്ങിപ്പോയെന്ന് അവന് മനസ്സിലാവുന്നു. അവൻ ചിരിച്ചോണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ മൗലിയാണ് കാണിക്കുന്നത്. അവൾ എത്ര വർക്കിംഗ് വുമൺ ആയിരുന്നാലും എത്ര വലിയ ഡോക്ടറായിരുന്നാലും വീട്ടുകാര്യങ്ങളിലൊക്കെ നോക്കി കറക്റ്റാ ചെയ്യുന്നു. അവിടെ ഗുണാലിന്റെ അമ്മൂമ്മയുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്തു കൊടുക്കുന്നു. എല്ലാം ചെയ്ത് തീർന്നിട്ടാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നത് തന്നെ. ഇവിടെ മാമിയാര് വന്നിട്ട്, എന്തോന്നത്, മോർണിംഗ് തന്നെ എല്ലാ ജോലിയും ചെയ്ത് തീർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നീ ഇത് എവിടെയായി ധൃതിയിൽ പോകുന്നത്? നിനക്ക് റെസ്റ്റ് ഒന്നും വേണ്ടേ? വന്ന് ഫുഡ് കഴിക്കേ എന്നും പറഞ്ഞ് അവളെ കൊണ്ടുപോയി ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഗുണാൽ മൗലിയെ കോൾ ചെയ്യുകയാണ്. മൗലി, ഇന്ന് നൈറ്റ് നമുക്കൊന്നിട്ട് സിനിമയ്ക്ക് പോവാം, കൂടെ ഡിന്നറും കഴിക്കാം. നീ ഒരു പ്രോഗ്രാമും കമ്മിറ്റ് ചെയ്യില്ല, കാരണം ഇന്ന് എൻ്റെ ഡേ ആണ്, സൺഡേ. സോ നീ ഒരു ഇഴവും പറയാൻ പാടില്ല കേട്ടോ. ഓക്കെ നമുക്ക് പോവാം ഗുണ എന്നും പറഞ്ഞ് മൗലി സന്തോഷത്തോടെ കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു.
അടുത്ത സീനിൽ മൗലി തൻ്റെ സീനിയർ ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു നേഴ്സ് ഓടിക്കൊണ്ടുവന്ന് പറയാം, ഡോക്ടർ, ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട് കേട്ടോ, ബട്ട് ഒരു ഡോക്ടറും ഡ്യൂട്ടിയിലില്ല, അവരുടെ ഡെലിവറി ഇപ്പം നടക്കും, എന്താ ചെയ്യുക? നേഴ്സും ഡോക്ടറും നല്ല സങ്കടത്തിലാവുന്നു. ഇത് കണ്ട മൗലിക്ക് കഷ്ടം തോന്നുന്നു. ഡോക്ടർ, എന്നാൽ ഞാൻ അറ്റൻഡ് ചെയ്യാം. അല്ല മൗലി, നിങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞല്ലോ, അതും നിങ്ങൾക്ക് സൺഡേ മാത്രമല്ലേ ലീവ്, അതിലും നിങ്ങൾ ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞാ അതൊന്നും സാരമില്ല ഡോക്ടർ, ഇതെൻ്റെ ജോലിയില്ലേ. എന്നാൽ ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് മൗലി. അപ്പോഴാണ് മൗലിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ, ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്താൽ കറക്റ്റ് സമയത്തിന് സിനിമയ്ക്ക് പോകാനും പറ്റത്തില്ലല്ലോ. കുഴപ്പമില്ല, ഗുണാലിനോട് പറഞ്ഞ് മനസ്സിലാക്കാം, അവൻ എന്നെ മനസ്സിലാവും എന്നും പറഞ്ഞ് അവൾ എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഗുണാലാണെങ്കിലോ തിയേറ്ററിലെത്തുന്നു, പോപ്കോണൊക്കെ മേടിച്ച് മൗലിയെ വെയിറ്റ് ചെയ്യുക. മൗലി എത്തുന്നില്ല. അവൻ വിചാരിച്ചു ഒന്ന് കോൾ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് കോൾ ചെയ്യുക. പക്ഷെ മൗലിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ ലൈറ്റ് ദേഷ്യമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. ഇതോടെയാണോ മൗലിയുടെയും ഗുണാലിൻ്റെയും തകർച്ച ആരംഭിക്കാൻ പോകുന്നത്? ഈ ഫൈറ്റിലൂടെയാണോ അവർ അകലാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ നാളെ വരെ വെയിറ്റ് ചെയ്യണേ. നാളെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതേ സമയം. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.